അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇത്രയും കാലം ഇവിടെ ഭരിച്ച LDFനും UDFനും ഇവിടെ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം പോലും, അതായത് റൊട്ടിയുടെ കാര്യം പരിഹരിക്കാൻ ഇപ്പം സാധിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ UDF പറയുന്നു, ഈ പിണറായി വിജയൻ പറയുന്നത് കള്ളത്തരമാണ്, ഇപ്പോഴും റൊട്ടിയുടെ പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്ത ആളുകളെ ഇവിടെ ഭരണമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഇവരെന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്? കാരണം ഭക്ഷണം, ഈ വിശക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ വികസനത്തെ പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഈ ഒരു കൊല്ലം ബൈപ്പാസ്, അതുപോലെ ആലപ്പുഴ ബൈപ്പാസ്, അതൊക്കെ ഒരു 30-40 കൊല്ലത്തോളം അത് പണി തീരാൻ വേണ്ടി താമസിച്ചു എന്നുള്ളത് അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. അത് വളരെ കഴിഞ്ഞ വർഷങ്ങളിലാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്, പണി തീർത്തിട്ട്. ഈ കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതിന് ശേഷമാണ് അതിനെ പറ്റിയത്. കാരണം അതിന് മുമ്പ് 30-40 കൊല്ലം ഈ ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു സൗകര്യത്തെപ്പറ്റി ചിന്തിക്കാൻ കേരളത്തിലുള്ള ആൾക്കാർക്ക് സമയമില്ല. കാരണം അതിനേക്കാളും ബേസിക്കായിട്ടുള്ള ഭക്ഷണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വീതിയുള്ള റോഡിനെ പറ്റിയൊന്നും അവർക്ക് വലിയ വിഷയമല്ല. അതൊക്കെ പ്രയോറിറ്റിയിൽ കുറേ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. കൊല്ലത്ത് ബൈപ്പാസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണ്ടത് പൊതിച്ചോറാണ്, ഭക്ഷണമാണ് എന്ന് കരുതുന്ന ഒരു കേരളമാണ് ഇന്നും. അപ്പോൾ പിന്നെ അവർക്ക് വലിയ വീതിയുള്ള റോഡ് വേണ്ട. അതുപോലെ കേരളത്തിലെ വീതിയുള്ള എറണാകുളത്ത് നിന്ന് പറവൂർ വരെയുള്ള യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഇത്രയും കാലമായിട്ട് അവിടുത്തെ റോഡ് വളഞ്ഞു കിടക്കുന്നത് ഈ വീതി കുറഞ്ഞ ഒരു റോഡാണ് അവിടെ. അപ്പോൾ ആ റോഡ് കൊണ്ട് തൃപ്തിപ്പെടുന്നു. കാരണം ഭക്ഷണം കഴിക്കാനില്ല, റൊട്ടിയിൽ മക്കാൻ കപ്പടയിലാണ് ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുകൊണ്ടാണ് അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെപ്പറ്റി വലിയൊരു ചിന്തയില്ല. പക്ഷേ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണ് BJP. ഇനിയും നമ്മൾ ഈ പറഞ്ഞ ബേസിക് നീഡ്സായ ദാരിദ്ര്യം, അതിദാരിദ്ര്യം, പൊതിച്ചോറ് എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് പരിഹരിച്ച് ഉടനടി മറ്റ് വികസനം ഒരു ലെവലുകളിലേക്ക് പോകണം. മാനേജ്മെൻറ്റിൽ നമ്മൾ മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കിയെ പറ്റി പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭക്ഷണം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതിനുശേഷം ഏറ്റവും മുകളിൽ ഉള്ള ലെവലിലാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ വളരെയധികം ടാലൻ്റുള്ള ആൾക്കാരാണ്, വളരെ വിദ്യാഭ്യാസവും വിവരവും ചിന്താശേഷിയും സാംസ്കാരിക സമ്പന്നരുമൊക്കെയുള്ള പ്രദേശമാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ